അമ്മു റെഡി ആവല്ലേ? ബാ ബാ ബാ. ഹലോ ചങ്കുകളെ, അപ്പൊ ഇന്ന് ഫെബ്രുവരി 9 ആണ് കേട്ടാ. ഫെബ്രുവരി 9 എൻ്റെ ഉപ്പിച്ചിയുടെ ഓർമ്മ ദിവസമാണ്. എൻ്റെ ഉപ്പിച്ച് മരിച്ചിട്ട് 25 വർഷം. ഇന്നേക്ക് 25 വർഷം കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാ വർഷവും ദയ അഗതി മന്ദിരത്തിൽ പോവാറുണ്ട്. നിങ്ങൾ കാണാറുണ്ടായിരിക്കും. നമ്മൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കാറുള്ളതാണ്. അപ്പൊ ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് പോകാൻ പറ്റില്ല. നമ്മൾ എന്നും ഉച്ചയ്ക്കാണ് പോവാറ് അവിടേക്ക്. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അപ്പൊ വൈകിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പൊ അവിടുത്തെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഇത്തവണ ചിലപ്പോൾ ആരൊക്കെ ഉണ്ട് ഇല്ല എന്നൊന്നും നമുക്കറിയത്തില്ല. ചിലപ്പോൾ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം, എല്ലാ വർഷവും ഇന്നത്തെ ഒരു ദിവസം ഫെബ്രുവരി 9 എൻ്റെ ഉപ്പിച്ചിയുടെ ഓർമ്മ ദിവസം ഞാൻ അവിടെ ആയിരിക്കും. ദയ അഗതി മന്ദിരത്തിൽ നമ്മുടെ ജലീൽക്കാട് നസിത്താടെ ഫാമിലിയോടൊപ്പം ആയിരിക്കും എല്ലാ ഫെബ്രുവരി 9. അപ്പൊ പടച്ചോൻ ഹയറാക്കി തന്ന് ഈ ഒരു വർഷം എനിക്ക് അതിനുള്ളൊരു അവസരം പടച്ചോൻ തന്നിട്ടുണ്ട്. അപ്പൊ ഒത്തിരി നന്ദി ദൈവത്തോട് പടച്ചോൻ പറയാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? പോവാ. ആടിക്കൊന്നു അപ്പൊ മക്കളെ, നമ്മൾ ഓൺ ദ വേ ആണ്. നമ്മുടെ മേത്തല കൊന്നച്ചോടാണ് നമ്മുടെ ദയ അഗതി മന്ദിരം ഉള്ളത്, കൊടുങ്ങല്ലൂര്. അപ്പൊ നമ്മൾ ഓൺ ദ വേ കൊടുങ്ങല്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ഏത് സ്ഥലത്ത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? കാണിച്ചരാവേ. നമ്മളിപ്പോ ചെന്ന് കയറുന്നത് കൃഷ്ണങ്കോട്ട പാലത്തിലേക്കാണ്. കൃഷ്ണങ്കോട്ട പാലം ആരെങ്കിലും എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ജോജി ചേട്ടന്റെ പണി മൂവിയിലുള്ള ആ ഒരു കാർ റേസിംഗ് ഇല്ലേ, സാഗറിനെയും മറ്റു ചെക്കനെയും വെള്ളത്തിലേക്ക് തള്ളിടുന്നത്, വെള്ളത്തിലേക്ക് ചാടുന്നത്, അത് ഇവിടെ ഷൂട്ട് ചെയ്തത്. യെസ്, ഈ പാലത്തിലാണ് അത് ഷൂട്ട് നടന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അതന്നെ, നേരിട്ട് കാണേക്കാളും ഭംഗി ഫിലിമിൽ എനിക്ക് തോന്നുന്നു ഭംഗിയുണ്ട്. നോക്കൂ, അങ്ങ് അറ്റത്താണ് പുള്ളിമുട്ടി പാലം. കണ്ടോ കണ്ണാടിയിൽ തന്നെ നിങ്ങൾ? യെസ്, അപ്പൊ ബാക്കി നമ്മൾ അവിടെ എത്തിയിട്ട് വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നിന്റെ കാരുണ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാദികൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളിൽ നിന്നും ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് റഹ്മാനെ. അവർക്ക് നീ ഖബർ ജീവിതം സ്വർഗമാക്കണേ അല്ലാഹ്, സ്വർഗമാക്കണേ തമ്പുരാനെ. അവർ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. അവരുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ തമ്പുരാനെ. നീ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്, മുറിക്കുന്ന രോഗങ്ങൾ ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ. പഠിച്ചവനായ റബ്ബേ, ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. റഹ്മാനുർ റഹീമായ തമ്പുരാനെ, ഒരുപാട് പേര് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കണേ അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ കെട്ടിടത്തിന്റെ പണി എത്രയും പൂർത്തീകരിക്കണേ അല്ലാഹ്. സഹായിക്കണേ റഹ്മാനെ. സഹായിക്കുന്നവരെ നീ കൈയൊഴിയല്ല റഹ്മാനെ. നിന്റെ കാരുണ്യം അവർക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, റഹ്മാനായ തമ്പുരാനെ, ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആരോഗ്യത്തോട്
ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. ബഹുമാനായ തമ്പുരാനെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അവന്റെ സമതില്ലേ ഉച്ചയ്ക്ക് വരാൻ പറ്റില്ല, അത് വൈകുന്നേരം വന്നാൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കൊറേ പേര് പുതിയതുണ്ട് ഇത്തണല്ലേ. 13 കഴിഞ്ഞല്ലേ, 13 കൊല്ലായി ഇവിടെ ഈ അമ്മ. അമ്പത്തിരിക്കുന്ന ഉമ്മ മാത്രം പൊടിയാൻ വേറെ വയ്യാത്തവരുണ്ട്. ആ ലൈറ്റ് ഇടൂ കുഞ്ഞേച്ചി. അറിയോ ഞാൻ മാളയില് ഞാൻ കഴിഞ്ഞ വർഷം ഞാനെല്ലാം കൊല്ലം വരാം. വയ്യാത്തവരാണ് ഇവിടെ, വയ്യാത്തവരാണ് ഇവിടെ കിടക്കണത്. മനസ്സിന് വയ്യാത്തവരുണ്ട്, ശരീരത്തിന് വയ്യാത്തവരുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ജലീൽക്കാട് ദയാമന്ദിരം. ഇതെല്ലാവർക്കും അറിയാവുന്നല്ലേ, ഞാൻ എല്ലാ കൊല്ലം ഇടാറുള്ളത്. ഞാൻ എല്ലാ കൊല്ലം ഉപ്പിച്ചിട്ട് ഓർമ്മ വരാറുണ്ട്. ഫെബ്രുവരി 9. റഹീമ. എന്റെ പേര് ആ അമ്മയുടെ പേര് റഹീമ, ഞാൻ അലീന. ഭയങ്കര വർത്താനാണ്, അമ്മയ്ക്ക് പറ്റിയ കമ്പനിയാ. കൊണ്ടുപോകാൻ തല്ലിക്കൊല്ലുന്നൊക്കെ അമ്മ. എനിക്ക് ഉച്ചയ്ക്ക് വരാൻ പറ്റില്ല. അപ്പൊ വൈകുന്നേരം ഇവരോടൊപ്പം ഞാൻ ഉപ്പിച്ചിട്ട് ഓർമ്മ ദിവസം ഞാൻ ഇവിടെ വന്ന് ഇവരോടൊപ്പം ചെലവഴിക്കാറ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോവാറ്. അപ്പൊ ഇന്നിപ്പോ വൈകുന്നേരം വന്നേക്കാണ് ഇവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോവാനായിട്ട്. അപ്പൊ മൗലൂദാണ് ഇപ്പൊ അവിടെ നടന്നത്. മൗലൂദ് കഴിഞ്ഞ് ഇനി ഭക്ഷണം കഴിച്ചിട്ട് പോകണം. റഹീമ റഹീമ ആരും അവിടെ ഫുഡ് കൊടുക്കുന്നു. ഇന്ന് ഉപ്പിച്ചിരാ മരിച്ച ദിവസം എന്താ ചേച്ചാ, എന്തിന്റെ പാർട്ടിയാ? ചൂടുണ്ടാവും. കുറേക്കകത്ത് ഇങ്ങനെ വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കാറ്. അങ്ങനെ ഓരോ വർക്ക് ചെയ്ത് മഴയിലേക്ക് വരാറുണ്ട്.
ചങ്കകളെ അപ്പൊ നമ്മളിപ്പോ ഇതാണ് നമ്മുടെ ജലീൽക്ക. ഇത് ജലീൽക്കാരുടെ സഹധർമ്മിണി നസിക്ക, നമ്മുടെ കൂടപ്പുറത്തുകളാണ് കേട്ടോ. അല്ല ആരില്ലാത്തവർക്ക് പഠിച്ചോനിങ്ങനെ ആരിലെ കൊടുക്കുന്നൊക്കെ നമ്മള് ഓരോരുത്തരും നമ്മളതിനെ സമാധാനിപ്പിക്കാൻ പറയാറില്ലേ. അപ്പൊ എനിക്ക് അങ്ങനെ കിട്ടിയൊരു ഫാമിലിയാണ് ഈ ഒരു കുടുംബം. അപ്പൊ എന്റെ ഉപ്പിച്ചിടെ ഈ ഒരു ഫെബ്രുവരി 9-ാം തീയതി ഞാൻ ഇതുവരെ എനിക്ക് മുടക്കം വന്നിട്ടില്ല. എനിക്ക് ഉച്ചയ്ക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും ഇന്നലെ എന്നെ വിളിച്ചപ്പോൾ ജയിലിക്ക പറഞ്ഞു, മോളെ ഇനിയിപ്പോൾ എന്താ മോള് വൈകുന്നേരം പോര്, നമുക്ക് എല്ലാവർക്കും വൈകുന്നേരം കൂടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് ഞാൻ ഇന്നിപ്പോ ഇവിടെ ഓടി എത്താൻ പറ്റി എനിക്ക്. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ഇവരോടൊക്കെ ഒപ്പം ചെലവഴിക്കാനായിട്ട് പഠിച്ചോനിക്ക് അതിനൊരു ഭാഗ്യം തന്ന്. അപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ അതിന്റെ പഠിച്ചോണ്ട് നന്ദി പറയാണ്. പിന്നെ എൻ്റെ ഇക്കാനോടൊക്കെ ഒത്തിരി സന്തോഷം ഞങ്ങളിങ്ങനെ ചേർത്ത് പിടിക്കണേല്. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക, നിങ്ങൾക്കൊക്കെ ഒഴിവ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരണമെങ്കിൽ ഒന്ന് വന്ന് കുറച്ച് നേരമൊക്കെ ഇവരോടൊപ്പം ചെലവഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും നമ്മുടെയൊക്കെ ലൈഫിൽ. കാരണം എല്ലാവരും തിരക്ക് പിടിച്ച് പാഞ്ഞ് നടക്കണം, എല്ലാവർക്കും ആൾക്കാർക്കും ഒന്നിനും നേരില്ല. ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ഒന്ന് ചെലവഴിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു അനുഗ്രഹവും കിട്ടും, സന്തോഷം സമാധാനം എല്ലാം കിട്ടും നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ ഇത് സ്ഥലം നമ്മുടെ കൊടുങ്ങല്ലൂര് കൊന്നച്ചോട്, മേത്തല കൊന്നച്ചോട് അല്ലേ, മേത്തല കൊന്നച്ചോടാണ് ദയാ അഗതി മന്ദിരം. അപ്പൊ ഇവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒത്തിരി സന്തോഷം തന്നെയാണ് എന്നെ എന്റെ കുടുംബത്തെ ഇതുവരെ ചേർത്ത് പിടിച്ച എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. എല്ലാവരോടും